പയ്യന്നൂരിൽ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനും പത്രിക നൽകിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, വി കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ CPM-ൽ നിന്നും പുറത്തിറങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ GK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും പത്രിക നൽകിയിരിക്കുന്നു. കുഞ്ഞികൃഷ്ണനൊപ്പം ആരൊക്കെയാണ് പത്രിക നൽകാൻ എത്തിയിരിക്കുന്നത്? പാർട്ടിയോട് ഇടഞ്ഞിരിക്കുന്ന, പാർട്ടിയോട് എതിരഭിപ്രായമുള്ള സഖാക്കളാണോ കൂടെയുള്ളത്, അതോ UDF നേതാക്കളുമുണ്ടോ? സ്മൃതി, പയ്യന്നൂരിലെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണനോടൊപ്പം UDF നേതാക്കളും നേരത്തെ പയ്യന്നൂർ നഗരസഭയിലേക്ക് CPIM വിമതനായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള C വൈശാഖും ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് C വൈശാഖും ഈ കുഞ്ഞികൃഷ്ണനോടൊപ്പം പത്രിക സമർപ്പിക്കാൻ വേണ്ടി പയ്യന്നൂർ AROയുടെ ഓഫീസിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി മുൻനിരയിൽ തന്നെ വൈശാഖിനെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് CPIM വിമതരുടേത് ഉൾപ്പെടെയുള്ള പിന്തുണ നേടിക്കൊണ്ട് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയത്. തിരഞ്ഞെടുപ്പിലും CPM വോട്ടുകളാണ് പ്രധാനമായും താൻ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നേരത്തെ തളിപ്പറമ്പിൽ പ്രധാനപ്പെട്ട CPIM-ൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള CPM-മായി അടുത്ത് നിൽക്കുന്ന ആരെയും നമുക്ക് പത്രിക നൽകാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ പയ്യന്നൂരിൽ C വൈശാഖിനെ പോലുള്ള CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന CPM വിമതരായി പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF നേതാക്കളും ആദ്യഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണൻ UDF നേതാക്കളുടെ വേദികളിലേക്ക് എത്താനോ യോഗങ്ങളിൽ പങ്കെടുക്കാനോ ഒരു വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ